ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നേക്കുന്ന ഒരു കൊലപാതക കേസ്, മഹാദേവൻ എന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കൊലപാതക കേസാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. മഹാദേവൻ നല്ല മിടുക്കനായിരുന്നു. മഹാദേവൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. മഹാദേവനെ ഒരു ദിവസം അപ്രത്യക്ഷമായി. സ്കൂളിലേക്ക് പോയതായിരുന്നു മഹാദേവൻ. മഹാദേവനെ പറ്റി പോലീസിൽ വീട്ടുകാർ പരാതി കൊടുത്തു. പോലീസ് അന്വേഷിച്ചു. ഒരു പിടിയും ആദ്യം കിട്ടിയില്ല. മഹാദേവന് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ഈ സൈക്കിളിന് കാറ്റടിക്കാനും സൈക്കിൾ റിപ്പയറിങ്ങിനുമായിട്ട് മഹാദേവൻ സൈക്കിൾ പൊന്നുപോലെ നോക്കുന്നൊരു മനുഷ്യനായിരുന്നു, ഒരു കുട്ടിയായിരുന്നു. എന്നും അവിടെ അടുത്ത് ഒരു സൈക്കിൾ കടയിൽ ചെന്ന് ബ്രേക്ക് സെറ്റ് ചെയ്യുകയും കാറ്റടിക്കുകയും എല്ലാം ചെയ്ത് ക്ലിയറാക്കി മഹാദേവൻ എന്ന കുട്ടി സ്കൂളിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൈക്കിൾ നന്നാക്ക് കടക്കാരനുമായിട്ട് ഭയങ്കര സ്നേഹമായി, അടുപ്പമായി. ഈ മഹാദേവൻ്റെ കഴുത്തിൽ 1 പവൻ്റെ ഒരു മാലയുണ്ടായിരുന്നു. ഈ മാല ഈ സൈക്കിൾ കടക്കാരൻ ഉന്നം വെച്ചു. ആദ്യം ചെന്നപ്പോൾ തന്നെ ഉന്നം വെച്ചു. ഒരു ദിവസം പിശാചിൻ്റെ പ്രവൃത്തികൾ ആ സൈക്കിൾ നന്നാക്കി കടക്കാരൻ്റെ മനസ്സിൽ പിശാചിൻ്റെ പ്രവൃത്തികൾ ഉദിച്ചു. അദ്ദേഹം ആ മഹാദേവനെ അദ്ദേഹത്തിൻ്റെ സൈക്കിൾ ഷോപ്പിനകത്ത് കയറ്റി വകവരുത്തി. സൈക്കിള് അവിടെ വെച്ചു, അകത്ത് കയറ്റി വെച്ചു. പോലീസ് അന്വേഷിച്ച് അവസാനം ഈ സൈക്കിൾ കടക്കാരൻ്റെ അടുത്ത് തന്നെ എത്തി. ആദ്യം അദ്ദേഹം നിഷേധിച്ചു. അവസാനം അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും അദ്ദേഹം പറയുന്നു, ഇവിടെ എന്നും വരുന്നതാണ്, ഞാൻ കാറ്റടിച്ച് കൊടുക്കാറുണ്ട്, ബ്രേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, അത് കഴിഞ്ഞ് ആ പയ്യൻ അങ്ങ് പോവുക ചെയ്തതെന്നൊക്കെ പറഞ്ഞു നിന്നു. അവസാനം വീട്ടുകാരെയും കൂട്ടി സൈക്കിൾ കട പരിശോധിച്ചപ്പോൾ സൈക്കിള് പാർട്സാക്കിയായിരുന്നു. സൈക്കിളിൻ്റെ പാർട്സുകൾ വീട്ടുകാർ തിരിച്ചറിഞ്ഞു. പിന്നെ വേണ്ട രീതിയിൽ കുനിച്ചു നിർത്തി കൈകാര്യം ചെയ്തപ്പോൾ സൈക്കിൾ കടക്കാരൻ കിളി പോലെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനാണ് കൊന്നത്, മാലയ്ക്ക് വേണ്ടിയാണ് കൊന്നത്, മാല ഇന്നടത്ത് വിറ്റ് ഞാൻ കാശ് കൈപ്പറ്റി, കൊച്ചിൻ്റെ ബോഡി ഞാൻ പാറ പൊട്ടിയിട്ട് കഴിഞ്ഞ പാറമടയിലെ ജലാശയത്തിൽ ഇട്ടു എന്ന് പറഞ്ഞു. ഉടനെ ആ കാലത്ത് ആൾക്കാരെല്ലാം വളരെ ആകാംക്ഷാഭരിതമായി നിന്നൊരു കേസാണിത്. ഉടനെ സർക്കാർ ഓർഡറിട്ടു ആ ജലാശയം പറ്റിക്കുകയെന്ന്. ആ ജലാശയത്തിൽ നിന്നും അത് കിട്ടണേ എന്ന് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയിരുന്നു. ഏതായാലും ജലാശയം പറ്റിച്ചു. പാറമട കുളം പറ്റിച്ചപ്പോൾ മഹാദേവൻ്റെ ബോഡി കിട്ടി. പിന്നെ സൈക്കിൾ കടക്കാരനെ ജീവപര്യന്തം ശിക്ഷിച്ചു. പിന്നെ ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഇന്നെൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കൊലപാതക കഥയാണ് മഹാദേവൻ്റെ കഥ. അപ്പോൾ ഈ കുട്ടികളെയൊന്നും നമ്മൾ മാലയൊന്നും ഇട്ട്, മുത്തുമാലയല്ലാതെ കൊന്ത രുദ്രാക്ഷമാല അങ്ങനെയുള്ള വില കുറഞ്ഞ മാലകളൊക്കെ ധരിപ്പിച്ചല്ലാതെ നമ്മൾ പുറത്ത് വിടരുത്. ഇതൊക്കെ ഉന്നി നിൽക്കുന്നവരും നോക്കി നിൽക്കുന്നവരും പെട്ടെന്ന് പൈശാചികമായ പ്രവൃത്തികൾ ഇതൊക്കെ കാണുമ്പോഴാണ് ചരലിലേക്ക് ആസക്തി വരുന്നത്.
അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, കനകം മൂലം കാമിനി മൂലം മാത്രമാണ് ഈ ലോകത്ത് പ്രശ്നങ്ങൾ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ മുത്തുമാല ഇടിയിപ്പിച്ചും കൊന്തയോ രുദ്രാക്ഷമാലയോ അങ്ങനെ വില കുറഞ്ഞ സംഭവങ്ങൾ ഇടിയിപ്പിച്ച് നമ്മൾ മുറ്റത്ത് വരെ കുട്ടികളെ കളിപ്പിക്കാവുള്ളൂ, നടത്താവുള്ളൂ എന്നാണ് പറയാനുണ്ടായ കാര്യം. അപ്പോൾ ഇന്നത്തെ മഹാദേവൻ എന്ന കുട്ടിയാണ് എൻ്റെ മനസ്സിലേക്ക് വന്ന കഥാപാത്രം. അപ്പം മഹാദേവൻ്റെ ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.